പ്രസ് ക്ലബുകൾ വാർത്താ മാധ്യമങ്ങളുമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ജനാധിപത്യം അർത്ഥപൂർണമാകണമെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ സജീവമാണ്. ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത് മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് വലിയ പങ്കാണ് നിർവഹിക്കാറുള്ളത്. ഇപ്പൊ എഡിഷനുകളാണ് കൂടുതലുള്ളത്. ഒരു ജില്ലയിൽ തന്നെ 4, 5, 6 എഡിഷനുകൾ പത്രങ്ങൾക്കുള്ള കാലമാണ്. അപ്പൊ ആ എഡിഷനുകളിലൂടെയുള്ള വാർത്തകൾ കൂടുതൽ ജനങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇന്ന് പത്രങ്ങൾ എല്ലാവരും വായിക്കുന്നില്ല, പക്ഷെ ഓൺലൈനിലുള്ള വാർത്തകൾ ആളുകൾ വായിക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവർ. അപ്പൊ അങ്ങനെ നമ്മുടെ കേരളം പ്രത്യേകിച്ചും വാർത്താ മാധ്യമങ്ങളുടെ കാര്യത്തിലും ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യത്തിലും എല്ലാം വളരെ സജീവമാണ്. എല്ലാവരുടെയും ലക്ഷ്യം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ജനങ്ങൾ ആശ്രയിക്കുന്നത് മാധ്യമങ്ങളെ. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പൊതുജീവിതം നമുക്ക് അസാധ്യമാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെങ്കിൽ വളരെയേറെ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. എങ്കിലും അവരുടേതായ ദൗത്യം നിറവേറ്റാൻ അവരെപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. വാസ്തവത്തിൽ അവർക്ക് പരിരക്ഷ നൽകേണ്ടത് ആവശ്യമാണ്. പല പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കും വേണ്ടത്ര വലിയ പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നു. വലിയ തോതിലുള്ള ശമ്പളമോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് സർക്കാർ പ്രത്യേകിച്ച് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. ഞാൻ അതിന്റെ വിശ്വാസങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഹരിപ്പാട് പ്രസ് ക്ലബിൽ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണം എന്നുള്ളത് ശ്രീ കൃഷ്ണൻ നായർ കുറെ കാലമായി പറയുന്ന കാര്യമാണ്. അപ്പോഴല്ലേ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, അതിന് അനുയോജ്യമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് ഒന്നിൽ ലീസിലോ അല്ലെങ്കിൽ പതിച്ചോ എടുക്കാൻ നമുക്ക് കഴിയും. ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു, അത് നോക്കാം. അല്ലാതെ കുറച്ചുകൂടി ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള പുറമ്പോക്ക് ഭൂമികളുണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ നമുക്ക് അത് കിട്ടാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അതൊരു കണ്ടെത്തണം. ഭൂമി കണ്ടെത്താൻ വലിയ പ്രശ്നമാണ്. നമ്മുടെ KK ശ്രീനിവാസന്റെ സ്മാരകത്തിന് വേണ്ടി ഭൂമിക്ക് വേണ്ടി നമ്മുടെ പത്രപ്രവർത്തകർ കൂടിയായ ശ്രീ മനോഹരമുള്ള ശ്രമിച്ചിട്ടുള്ള കാലമായി ശ്രമിച്ചിട്ടുണ്ടാവുന്നില്ല. ഹരിപ്പാട് ടൗണുമായി ബന്ധപ്പെട്ട സ്ഥലം തൊട്ടടുത്ത സ്ഥലങ്ങളിലോ ഏതെങ്കിലും സ്ഥലം പുറമ്പോക്കായിട്ടോ അല്ലാതെയോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയാൽ അത് പതിച്ചെടുക്കുന്ന ഒരു പാടില്ല. കണ്ടെത്തി തന്നാൽ നമുക്ക് സ്ഥാപിതമാകും. ഏതായാലും ഇങ്ങനെ ഹരിപ്പാട് സ്ഥലം ഒരു സ്വന്തമായ സ്ഥലവും കെട്ടിടമുണ്ടെങ്കിൽ പ്രവർത്തനം കുറച്ചുകൂടി സജീവമാക്കാൻ നമുക്ക് സാധിക്കും. ഹരിപ്പാട് എന്നും പത്രപ്രവർത്തനം വളരെ സജീവമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യവും പത്രപ്രവർത്തന രംഗത്തുള്ള നിങ്ങളുടെ പരിചയവും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടട്ടെ എന്നാണ് എന്റെ ആശംസ.